Hey, hi guys! Welcome back to Tintuzlife. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു അടിപൊളി DIY വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ആൻഡ് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന രീതിയിൽ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ, അതും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ആക്ച്വലി ഞാൻ ഈ DIY വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറുപയറും അതേപോലെ തന്നെ പാലുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. സോ നമുക്ക് ഇപ്പം ചെറുപയർ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്നേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഗ്രൈൻഡർ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ചെറുപയർ പൊടിച്ച് നല്ല അടിപൊളി ചെറുപയർ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതിൽ ഫസ്റ്റ് വേണ്ട സാധനം എന്ന് പറയുന്നത് ചെറുപയറാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഇത്തിരി ചെറുപയർ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ കുറച്ച് ചെറുപയർ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് നമ്മൾക്ക് പാലും വേണം. അപ്പൊ നമുക്ക് കുറച്ച് നമ്മൾ ഈ സാധാരണ നമ്മൾ DIY വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാല് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ എടുക്കാറ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഐറ്റംസ് ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ നമുക്കൊരു ചെറുപയറിന്റെ ഇതും വേണം, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം, പാല് വേണം. ഈ ചെറുപയർ ഇതുപോലെയല്ല നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഈ ചെറുപയറിനെ പൊടിച്ചിട്ട് ചെറുപയർ പൊടിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ചെറുപയർ ഒന്ന് പൊടിച്ചിട്ട് വന്നാലോ? അപ്പൊ ഞാൻ നമ്മുടെ ചെറുപയറൊക്കെ ഇതാ നമ്മുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം നല്ലപോലെ പൊടിഞ്ഞോ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇത് ചെറുപയർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുണ്ടോ? ഈ ചെറുപയർ പൊടി ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ കടയിൽ പോയി വാങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറുപയർ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതാണ് നമുക്ക് ഒന്നും കൂടെ സേഫ്. കാരണം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വേണം. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും വേണം. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ മാസ്ക് റെഡിയാക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ DIY വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണമെന്നില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. പിന്നെ ചെറുപയർ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മുഖം കഴുകാനും അതുപോലെ തന്നെ തലമുടി കഴുകാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഭയങ്കര സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഒരുപാട് കണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ മുഖത്തേക്ക് വലിച്ചു വാരി തേക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നവരുടെ ഫേസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, കുറെ ചുക്കിയും ചുളിഞ്ഞും അതേപോലെ തന്നെ കുറേ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ മുഖത്ത് കുണ്ടും കുഴിയൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു യാത്രയൊക്കെ പോയി വന്നു, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ നമ്മൾ സൺലൈറ്റ് ഒക്കെ അടിക്കേണ്ട കേസുകളൊക്കെ വരികയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ആ സ്കിന്നിന്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ ഗ്ലോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന കേസുകളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള DIYയിലൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറേ കാശ് മുടക്കി നമ്മളിപ്പം ക്ലീൻ ചെയ്യണമെന്നില്ല. ഇതുപോലെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അധികം സംസാരിച്ച സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്, ഈ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ചെറുപയർ പൊടി പൊടിച്ചതും ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറുപയർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പാലാണ്. അപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ പാല് ഇതിലേക്ക് കുറച്ച് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് അതിനനുസരിച്ച് വേണം നമുക്ക് എന്തോരം പാല് വേണം എന്നുള്ളത് നോക്കാനായിട്ട്. ഞാനൊരു സ്പൂൺ വെച്ച് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ പാൽ ആവശ്യമാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിതിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ്. നമ്മൾക്ക് ഇതുപോലെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്.
നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതേപോലെ നമുക്കൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പേസ്റ്റാണ് നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടും ചെയ്യാം. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കുറച്ചെടുക്കാം. നമ്മുടെ ഫേസിലൊക്കെ നല്ല തണുപ്പുണ്ട്. നമ്മൾ പാലിപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തല്ലേ, അപ്പം അത് കാരണം ഇതുപോലെ നമ്മളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു കൂളിംഗ് ഏജന്റ് പോലെയാണ് കേട്ടോ. നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഇതിൽ വേറെ കെമിക്കൽസ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് നല്ല സേഫ് ആണ്. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മൂക്കിന്റെ സൈഡിലൊക്കെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലും. അപ്പൊ നമുക്ക് അവിടെയൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കഴുത്തിൽ ഉള്ള പോർഷൻസിൽ നമുക്ക് നമ്മളുടെ ക്ലീൻ ആവേണ്ട പോർഷൻസിലൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പം നല്ലപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നല്ലപോലെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് നല്ലപോലെ അതിൽ നമ്മുടെ ഫേസിലൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ക്ലെൻസിങ് ആക്ഷൻ നടത്തട്ടെ. അപ്പോൾ ആ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം. അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ ചേഞ്ച് എന്നുള്ളത് നേരിട്ട് കാണുകയും ചെയ്യാം. സോ അപ്പം നമ്മളുടെ 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നല്ലപോലെ അങ്ങോട്ട് ചിരിക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇവിടെയൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒന്നും ആവുന്നില്ല, ഫുള്ള് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കഴുകുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അപ്പം നമുക്ക് ആ ഒരു സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ നല്ലപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് വെള്ളം വെച്ചൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അല്ലാതെ ചുമ്മാ കഴുകിയിട്ട് കാര്യമില്ല. നമ്മളിവിടെയൊക്കെ ഒന്ന് നല്ലപോലെ ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തും റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുക. വെള്ളം വെച്ചിട്ട് നമുക്ക് കഴുകി കൊടുക്കാം. അപ്പം നമുക്കിങ്ങനെ ചെയ്ത് ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ഇത് ഒന്ന് വാഷ്റൂമിൽ പോയിട്ടൊന്ന് കഴുകിയിട്ട് വരാം. കാരണം ഇവിടെയൊക്കെ ആവുന്നുണ്ട്, ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് കഴുകിയെടുക്കുക. അപ്പം ഞാൻ കഴുകിയിട്ട് ഇപ്പോൾ വരാം കേട്ടോ. അപ്പം ഞാൻ ഫേസൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആയ പോലെയുണ്ട് ഫേസൊക്കെ. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയ ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ഫേസിലെ സ്കിന്നാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തൊട്ട് നോക്കുന്നേക്കാളും നമുക്ക് മുഖത്ത് തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഗ്ലോ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഒരു ടർക്കി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരച്ചൊന്നും മുഖം തൂക്കരുത്. അങ്ങനെ തുടച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിൻ അത്ര നല്ലതല്ല. കാരണം അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ മുഖത്തിലെ ആ സ്കിൻ എന്ന് പറയുന്നത്. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കാം.
അപ്പോൾ നോക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിൻ്റെ ആ റിസൾട്ട്. നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഫേസൊക്കെ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു DIY ആണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെറുപയർ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ചെറുപയർ പൊടിയാക്കുക. അതേപോലെ തന്നെ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.